നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പലരും എൻ്റെ പേജിൽ വന്ന് സംശയം ചോദിക്കാറുണ്ട്. എൻ്റെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തു, അതിലെ കോണ്ടാക്റ്റ് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി, അതെങ്ങനെ തിരികെ എടുക്കും? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ എൻ്റെ ഫോണിലെ ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ആയിപ്പോയി, എങ്ങനെ തിരികെ എടുക്കുമെന്ന്. നമുക്ക് സാധാരണ റിക്കവറി സോഫ്റ്റ്വെയറുകളായ ആർ സ്റ്റുഡിയോ, റിക്വ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ റിക്കവർ ചെയ്യാം. എന്നാൽ അവ ഉപയോഗിച്ച് നമുക്ക് കോണ്ടാക്റ്റുകൾ റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കില്ല, നിങ്ങളുടെ ഫോൺ നെറ്റ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം സ്ലോ ആയി തോന്നിയിട്ടുണ്ടാവും. അതിൻ്റെ കാരണം നമുക്ക് നമ്മുടെ ഫോണിലെ സിങ്കിങ് എന്ന ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ്. എന്താണ് സിങ്കിങ് എന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിലെ ഫോട്ടോ, കലണ്ടർ, കോണ്ടാക്റ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഗൂഗിളിൻ്റെ സെർവറിലേക്ക് ബാക്കപ്പ് എടുത്തു വയ്ക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എപ്പോഴും ഒരു ഫോൺ വാങ്ങുമ്പോൾ അത് ഡീഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വിവരങ്ങൾ ഡിലീറ്റായി എന്ന് പറയുന്നവർ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ID, ആ ഗൂഗിൾ ID ആദ്യം തന്നെ നിങ്ങൾ വെബിൽ ലോഗിൻ ചെയ്യുക. വെബിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി ജിമെയിൽ എടുത്ത് നിങ്ങളുടെ ഫോണിലെ അതേ ഗൂഗിൾ ID തന്നെ ഇവിടെ ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ ID ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ ID, അതായത് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന അതേ ഗൂഗിൾ ID ഉപയോഗിച്ച് ജിമെയിലിൽ ലോഗിൻ ചെയ്യുക കമ്പ്യൂട്ടറിൽ. അതിനുശേഷം നമുക്ക് ഇൻബോക്സിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഇവിടെ ജിമെയിൽ എന്ന് കാണിച്ചിരിക്കുന്നിടത്ത് ഒരു ചെറിയ ഐക്കൺ, ഒരു ആരോ സിമ്പിൾ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട്സ്, ടാസ്ക്സ് എന്ന് രണ്ട് ലിങ്കുകൾ കൂടി കാണാൻ സാധിക്കും. ഇതിൽ കോണ്ടാക്ട്സ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ മറ്റൊരു ടാബ് ഇവിടെ ഓപ്പൺ ആകും. നോക്കുക, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ആദ്യം മൊബൈൽ വാങ്ങിയ സമയത്ത് നെറ്റ് കണക്ട് ചെയ്തപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഫോൺ നമ്പറുകളെല്ലാം ഗൂഗിൾ സുരക്ഷിതമായി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ സമയത്ത് സിങ്ക് ഓഫ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇതുപോലെ ഇതിലേക്ക് ഡാറ്റ സേവ് ചെയ്യപ്പെടാതിരിക്കൂ. ഇതുകൂടാതെ ഇതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് വിവരങ്ങൾ നോക്കുക. ഇവിടെ ഈ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ പ്ലസ് അക്കൗണ്ടിലേക്ക് പോയാൽ നിങ്ങളുടെ ഫോട്ടോകൾ ബാക്കപ്പ് എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. അവിടെ ഗൂഗിൾ പ്ലസ് അക്കൗണ്ടിൽ ചെന്നിട്ട് നമ്മൾ ഓൾ ഫോട്ടോസ് എന്നത് സെലക്ട് ചെയ്യണം. ഗൂഗിൾ പ്ലസിൽ ലോഗിൻ ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും നിങ്ങളുടെ ഫോട്ടോസ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫോണിലെ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ഫോട്ടോകൾ കാണാൻ സാധിക്കും. ഈ ഫോട്ടോകൾ ആണ് നമ്മുടെ ഗാലറിയിൽ പലപ്പോഴും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഡിലീറ്റ് ആവാതെ കിടക്കുന്ന ഫോട്ടോകൾ. അത് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ഗൂഗിൾ സിങ്ക് ചെയ്താൽ ആ ഫയലുകൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ആവും. ഇനി നമുക്ക് എങ്ങനെയാണ് സിങ്ക് നിങ്ങൾ വർക്ക് ചെയ്യിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ അക്കൗണ്ട്സ് എന്നത് കാണാൻ സാധിക്കും. അക്കൗണ്ട്സ് എന്നതിൽ ഗൂഗിൾ എന്നത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗൂഗിൾ ID കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ സിങ്ക് ഡിസേബിൾഡ് എന്നാണ് കാണിക്കുന്നത്. കാരണം സിങ്ക് എനേബിൾ ചെയ്തിട്ടാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ GPRS ഡാറ്റ അല്ലെങ്കിൽ 3G ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ഗൂഗിൾ പ്ലസ് അക്കൗണ്ടിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സിങ്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് സിങ്ക് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ, നമ്മുടെ കലണ്ടർ, നമ്മുടെ കോണ്ടാക്റ്റുകൾ നോക്കുക. ഇതാണ് നിങ്ങളിവിടെ ടിക്ക് ഇടേണ്ടത്. ഇത് ടിക്കിട്ട് ഇതുപോലെ കോണ്ടാക്ട്സ് തൊട്ട് താഴേക്ക് നമുക്ക് നോക്കാം. ഡ്രൈവ്, ജിമെയിൽ, ഗൂഗിൾ ഫിറ്റ് ഡാറ്റ, സിങ്ക് ഇൻ്റർനെറ്റ്, അതായത് ഇൻ്റർനെറ്റിൻ്റെ പാസ്വേഡ്, മറ്റു വിവരങ്ങളൊക്കെ ഉണ്ട്. സിങ്ക് പീപ്പിൾ ഡീറ്റെയിൽസ്, സിങ്ക് പിക്കാസ, വെബ് ആൽബം. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയും ഈ കോണ്ടാക്ട് എന്നതും ടിക്കിട്ട് ഇതുപോലെ ഇത് രണ്ടും നമ്മൾ ടിക്കിടുക. ഇത് രണ്ടും ടിക്കിട്ടിട്ട് നോക്കുക, നമ്മൾ അപ്പോൾ തന്നെ അവിടെ സിങ്ക് എനേബിൾ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇതുപോലെ സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ സിങ്കായി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വിവരങ്ങൾ നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന അതുവരെയുള്ള ഡാറ്റകൾ എല്ലാം തന്നെ ഗൂഗിൾ സെർവറിൽ സേവ് ചെയ്തുകൊള്ളും. പിന്നീട് ഒരിക്കൽ നമ്മൾ വീണ്ടും ഇവിടെ സിങ്ക് ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നീട് മറ്റൊരു ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതേ ഇമെയിൽ ID തന്നെ അതിൽ ലോഗിൻ ചെയ്ത് കൊടുത്താൽ ഈ ഗൂഗിൾ കോണ്ടാക്റ്റ് എല്ലാം തന്നെ നമുക്ക് അതിൽ എടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ നമ്മുടെ ഫോട്ടോസും ആ ആൻഡ്രോയിഡ് ഫോണിലേക്ക്
സിങ്ക് ചെയ്ത് തിരികെ ലഭിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡാറ്റകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പേ ഈ സിങ്ക് എന്ന ഓപ്ഷൻ എന്തിനാണ് എന്നും എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്നും അറിഞ്ഞിരിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം സിങ്ക് ചെയ്യുക. ആവശ്യം കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ക്യാൻസൽ സിങ്ക് എന്നത് സെലക്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ വിവരങ്ങൾ സേവ് ചെയ്തു വെക്കാൻ ഇതിലും നല്ലൊരു സൗകര്യം ഇല്ല എന്ന് തന്നെ പറയാം. അതുകൂടാതെ എപ്പോഴെങ്കിലും നിങ്ങൾ വീണ്ടും സിങ്ക് ചെയ്ത് നിങ്ങളുടെ ഡാറ്റകളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടു എങ്കിൽ തന്നെ നോക്കുക, ഇവിടെ നിങ്ങൾ ഈ ഗൂഗിൾ കോണ്ടാക്ട് എന്ന സെക്ഷനിൽ മോർ എന്നത് പ്രസ് ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് റീസ്റ്റോർ കോണ്ടാക്ട്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ റീസ്റ്റോർ കോണ്ടാക്ട്സ് എന്നത് സെലക്ട് ചെയ്ത് ഇവിടെ ഗോ ടു ഓൾഡ് കോണ്ടാക്ട്സ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ ഡിലീറ്റായ കുറേ കോണ്ടാക്റ്റുകൾ കൂടി തിരികെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്കും ഇത് വളരെയധികം ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവ് ഷെയർ ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു.